വളരെ പെട്ടെന്നെല്ലാം മാറി മറിഞ്ഞൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വരവ്. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് നല്ല വെയിലും തണുപ്പ് ഒരുപാട് കുറവുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ നല്ല വിശപ്പോടു കൂടിയാണ് രാവിലെ എഴുന്നേറ്റത്. പെട്ടെന്ന് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് സിമ്പിൾ ഒരു ഉപ്മാവും പഴവും ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ ഉപ്മാവ്. അപ്പോൾ ഞാൻ വെയിൽ വന്നുകൊണ്ട് പുറത്ത് പോയി നമ്മുടെ റോസാപ്പൂക്കളെയൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ മൂന്നൂര് എഴുന്നേറ്റത് തന്നെ രാഖിയുടെ ഒരു ഫ്രണ്ടിന്റെ ബെല്ലടി കോളിംഗ് ബെല്ല് കേട്ടോണ്ടാണ്. വേറെ ഒന്നുമല്ല, ഇത് പ്രസാദം കൊണ്ടുവരാൻ വന്നതാണ്. പുള്ളിക്കാരൻ സാലാസാർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ഹനുമാന്റെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രസാദം നമ്മൾ പ്രസാദം വാങ്ങിച്ചു കൊടുത്ത് അവർ പൂജിച്ച് ഇങ്ങനെ ഇവിടെ ഉള്ളവരിങ്ങനെ വീട്ടിൽ നമുക്ക് കൊണ്ടുവരും കേട്ടോ പ്രസാദം കാര്യങ്ങളൊക്കെ. മെയിൻലി ഇവിടെ ബൂന്തി അല്ലെങ്കിൽ ബൂന്തി ലഡു ആയിരിക്കും. അപ്പോൾ ഇത് ബൂന്തി ലഡു ആണ്, ജോധ്പൂരി ലഡു. അപ്പോൾ ഈ പറഞ്ഞ അമ്പലം രാജസ്ഥാനിലാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ജോധ്പൂരി ലഡു, ബൂന്തി ലഡു. എനിക്ക് മറ്റേ മോത്തിച്ചൂർ ലഡുവിനെക്കാട്ടി ഇഷ്ടം ഈ ലഡു കേട്ടോ. കാരണം ബൂന്തി കുറച്ച് വലുതായിരിക്കും. മോത്തിച്ചൂർ കുഞ്ഞു കുഞ്ഞു ബൂന്തീസ് അല്ലേ. ഇത് നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ലഡു ഈ ജോധ്പൂരി ലഡു. എന്തായാലും കുറേ മധുരമൊക്കെ വാരി കൂട്ടി കഴിച്ചതല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലേ ദിവസം നമുക്ക് നമ്മുടെ ഇവിടെ ഗാർഡനിൽ പിടിച്ച നെല്ലിക്ക നമ്മുടെ ഗാർഡനേഴ്സ് കൊണ്ടുവന്നത്. അതും രണ്ടെണ്ണം കഴിച്ചു കേട്ടോ. നമ്മുടെ ഈ ടൗൺഷിപ്പിന്റെ ചുറ്റും എന്തെങ്കിലുമൊക്കെ എപ്പോഴും കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുവേ. നെല്ലിക്ക, നാരങ്ങ, ഓറഞ്ച്, ജാമുൻ, നമ്മുടെ ഞാറക്കയില്ലേ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ ബേർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഏതാണോ സീസണലായിട്ട് കിട്ടുന്നത് അത് നമ്മുടെ ഗാർഡനേഴ്സ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടിയാൽ നമ്മുടെ നെല്ലിക്ക. നേരത്തെ ഞാൻ ഓറഞ്ചും കാണിച്ചില്ലേ. ഇത് നമ്മുടെ വീട് വന്ന് ആദ്യം തൊപ്പി മാറ്റി വെച്ചിട്ട് പറയും ദിദി എനിക്ക് തലവേദന എടുക്കുന്നത്. കാരണം ചൂട് ചെറുതായിട്ട് കൂടി തുടങ്ങി, തണുപ്പ് മാറിയെന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്ന് മകരസംക്രാന്തി കഴിഞ്ഞപ്പോൾ മാറിയ ഒരു മാറ്റമേ. അപ്പോൾ എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞൊരു ദിവസം. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഞാൻ മുട്ട പൊരിച്ച് വെച്ചു. അങ്കു ഇന്ന് നമ്മുടെ ബെഡൊക്കെ തട്ടിക്കുടഞ്ഞ് വിരിക്കുക. അവൻ ചെയ്യട്ടോ. അപ്പോൾ ഇന്ന് അവൻ തന്നെ വൃത്തിയാക്കി. അപ്പോൾ ഞാൻ പുറത്ത് ഇറങ്ങി കാണിച്ചു തരാം വെയിൽ. എന്തോരം ഭംഗിയായില്ലേ. നമ്മുടെ ബാക്ക് സൈഡാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചില്ലേ പുകമഞ്ഞിൽ ഞാൻ നടക്കുന്നത്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമായിട്ട് എന്ത് ഭംഗിയായിരുന്നു കാണാൻ. പ്രാവുകളൊക്കെ സ്പ്രിങ്ക്ലർ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ. അതിൻ്റെ താഴെ വെള്ളം കുടിക്കുകയും കളിക്കുകയും. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരാശ്വാസവും സന്തോഷവും. ഭയങ്കര സന്തോഷം കേട്ടോ നമ്മൾ ആ തണുപ്പ് മാറി ഇത് കാണുമ്പോൾ. ഇനി ലഞ്ച് ഞാൻ മുട്ട പൊരിച്ചത് കാണിച്ചു. മുട്ട പൊരിച്ചത് മാത്രമല്ല കേട്ടോ, ഞാൻ റോസാപ്പൂ കാണാൻ പോയത് ശരിക്കും നമ്മുടെ ശർമ്മജിയുടെ കടയിൽ പോയി പച്ചക്കറി വാങ്ങണം. കുറച്ച് പച്ചക്കറി വാങ്ങിച്ച് സാമ്പാർ വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ ലിച്ചഡ് പാപ്പടാണിത്. അപ്പോൾ ചോറും വെച്ചു, പപ്പടവും പൊരിച്ചു, കുറച്ച് മെഴുക്കുവരട്ടി, പാവയ്ക്കയും കോവയ്ക്കയും എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊരു മിക്സഡ് മെഴുക്കുവരട്ടി. പിന്നെ പരിപ്പ് വേവിച്ചിട്ട് സാമ്പാർ, അതിന് പച്ചക്കറിയൊക്കെ അരിച്ചിട്ടേ. കാരണം ഈ സാമ്പാർ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ മൂന്ന് നേരത്തോളം കാണുന്ന രീതിയിൽ കാണും. നല്ല ക്വാണ്ടിറ്റി ആണല്ലോ സാമ്പാറിന്. ഞാൻ പച്ചക്കറിയൊക്കെ കൂടുതലിട്ടു. പിന്നെ കട്ടക്കായമാണ് ഞാൻ ഇട്ടത്. നമ്മുടെ കയ്യിൽ കുറേ കട്ടക്കായ ഇരിപ്പുണ്ടേ. എന്നിട്ട് പുളിവെള്ളമൊക്കെ വെച്ച് പെട്ടെന്ന്. എന്നിട്ട് ഞാൻ കുറച്ച് നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചു. ഈ സാമ്പാറുണ്ടെങ്കിൽ നമ്മുടെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ആവുമല്ലോ. അങ്കു സാമ്പാർ ഉണ്ടാക്കി രണ്ടാമത്തെ ദിവസം കൊടുക്കുമ്പോൾ തന്നെ ചോദിക്കും, അമ്മ സാമ്പാർ തീർന്നോ? അത് വേറൊന്നും കൊണ്ടല്ല, അവനറിയാം സാമ്പാറാണെങ്കിൽ എന്തായാലും 2-3 ദിവസത്തേക്ക് ഞാനിങ്ങനെ കരുതി വെച്ചേക്കുന്നു. കാരണം ഒരുവിധം നന്നായിട്ട് തന്നെ ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ 2-3 ദിവസത്തേക്കുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വറുത്തിട്ടെടുത്തു. ലഞ്ചിന് മുട്ട പൊരിച്ചതും സാമ്പാറും ചോറും പപ്പടവും ആ ഉപ്പേരി കേട്ടോ. നമ്മുടെ തേപ്പുകാരൻ, ഇപ്പോൾ തേപ്പുകാരൻ്റെയൊക്കെ കാര്യം കഷ്ടമായിരുന്നു. കാരണം ഈ തണുപ്പ് സമയത്ത് അവർക്ക് തുണിയൊക്കെ വളരെ കുറവല്ലേ. എല്ലാ ആഴ്ചയും 2-3 വട്ടം വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ കാണുമായിരുന്നു. ഇത് ആഴ്ചയിൽ ഇപ്പോൾ 1 വട്ടം കൊടുക്കാനേ ഉള്ളൂ. അതെല്ലാം ഞാൻ കെട്ടിക്കൊടുത്തു. ഡിന്നറ് പൂരിയും സോയ മസാല കേട്ടോ. നമ്മുടെ സോയ മസാലയാണ് ഡിന്നറിൻ്റെ. കുറേ നാളായി ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിന്നർ സോയ മസാലയും പൂരിയും. നമ്മുടെ അങ്കുവിൻ്റെ ഒരു റെസിപ്പിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ കപ്പലണ്ടിപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിച്ച് വെച്ചേക്കുക. അതിൽ ബട്ടറും ഇട്ട് കലക്കിയിട്ടുണ്ട്. പീനട്ട് ബട്ടറാ, ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ ഉരുക്കി സെറ്റപ്പ് ആക്കി കിട്ടിയിട്ടില്ലേ. അവന് ചെറിയ രീതിയിലൊക്കെ യൂട്യൂബ് നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാനങ്ങ് എൻ്റർടൈൻ ചെയ്ത് കൊടുക്കും, പഠിക്കട്ടെ. ഈ കപ്പലണ്ടി ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം റോത്തക്കിൽ ഡിന്നർ കഴിക്കാൻ പോയത് കാണിച്ചില്ലേ കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് തോട് കപ്പലണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളെപ്പോലെ തന്നെ മകര സംക്രാന്തെന്ന് തന്നെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. ഇവർ ഢോളെന്ന് പറഞ്ഞ സംഭവമൊക്കെ കൊട്ടിയിട്ടൊക്കെ വേണം ആഘോഷിക്കുന്നത്. അതിനകത്ത് ഈ കപ്പലണ്ടിയൊക്കെ വലിയൊരു ഘടനയാണ്. അവർ ചൂടോടെ ഇങ്ങനെ നമുക്ക് വറുത്ത് തരും കേട്ടോ. ഇതായിരുന്നു ആ കപ്പലണ്ടി. 1 കിലോ 120 രൂപയായിരുന്നു. നല്ല ചൂടായിരുന്നു വാങ്ങിച്ചപ്പോൾ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനകത്ത് അവൻ ഉണ്ടാക്കിയത്. അത്
അതുപോലെ തന്നെ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചതും കാണിച്ചല്ലോ, കുറേ ഐസ്ക്രീം. പക്ഷെ ഒറ്റയടിക്കുന്നതിരുന്ന് കഴിക്കത്തില്ല കേട്ടോ, മെല്ലെ മെല്ലെ കഴിക്കത്തുള്ളൂ. ഈ ക്രീം ബെൽ എന്ന് പറയുന്നത് ഇവിടെ കിട്ടാൻ പാടാണ്, കൂടുതൽ അമൂല് വേറെ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ക്രീം ബെല്ലിൻ്റെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വാങ്ങിച്ചത്. ഇവരുടെ നല്ല ഐസ്ക്രീമാണ് ക്രീം ബെല്ലിൻ്റെ കേട്ടോ. ഇത് കസാട്ട ഉണ്ടോ, താഴെ കേക്ക് പോലെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ഇവർക്ക് കുറേ വെറൈറ്റീസും ഉണ്ട് ക്രീം ബെല്ലിന്. അങ്ങനെ നല്ല ഐസ്ക്രീം ആയതുകൊണ്ട് കുറച്ച് വാങ്ങിച്ച സ്റ്റോറി ചെയ്തത്. നമ്മൾ ബെൽജിയം ചോക്ലേറ്റും അതുപോലെ ചോക്ലേറ്റും കസാട്ടയാണ് വാങ്ങിച്ചത്. ഇവിടെ ശരിക്കും ഗ്രാപ്പ് എന്നൊരു സംഭവമുണ്ട്. പൊല്യൂഷൻ കാരണം ഡൽഹി ഗുഡ്ഗാവ് നമുക്ക് കുറേ നാളായിട്ട് പോകാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഗ്രാപ്പ് മാറിയ സമയത്ത് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഗുഡ്ഗാവിൽ, ഡൽഹി ഗുഡ്ഗാവ് ആയ ഒരു ഏരിയയിലൊക്കെ ഒന്ന് പോയി വന്നായിരുന്നു. അപ്പോൾ അങ്കൂതേ അപ്പോൾ KFC വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അവൻ കുറേ നാളുകൊണ്ട് പറയുന്നു. പക്ഷെ എനിക്ക് KFC ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ട് ഓപ്പോസിറ്റുള്ള മുംബൈ വടാപ്പാവിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് വടാപ്പാവ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വടാപ്പാവ് വാങ്ങിച്ചു കേട്ടോ, കൂടെ കോഫി. ഞാനങ്ങനെ കോഫി കുടിക്കാറില്ല, പക്ഷെ എനിക്ക് എന്തോ കുടിക്കാൻ തോന്നിയിട്ട് ഇതേ കോഫി വാങ്ങിച്ചു. നമ്മുടെ വടാപ്പാവ് ഇതാണ്, പാവങ്ങളുടെ ബർഗർ എന്നാണ് ഇതിന് പറയുന്നത്, അല്ലെങ്കിൽ പാവങ്ങളുടെ KFC. വെജിറ്റേറിയൻ ആണ്. ഇതാണ് അങ്കുവിൻ്റെ KFCയുടെ ബണ്ണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ സോസ് ഒന്നും കാണുന്നതേ ഇഷ്ടമില്ല. അവന് കോഫിക്ക് വരെ അവിടുന്ന് എന്തോ വേറൊരു സാധനം വാങ്ങിച്ചു, ജങ്ക് ഫുഡ്സ്. നമ്മൾ എന്നിട്ട് തിരിച്ച് കാറിൽ തന്നെ വന്നിരുന്ന് കഴിച്ചു കേട്ടോ. മെയിൻലി നമ്മൾ ഇറങ്ങുന്ന കാരണം രാക്കയുടെ കണ്ണിന്റെ പവർ നല്ല പ്രശ്നമായിട്ടുണ്ടായിരുന്നു. രാക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി മാറ്റണം, കണ്ണിന് കുറച്ച് നല്ല പവർ വ്യത്യാസമുണ്ട്. കുറഞ്ഞും കൂടിയും ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് നമ്മൾ കൂടെ ചെക്ക് ചെയ്യില്ലെങ്കിൽ തലവേനയും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കണ്ണാടിയും വാങ്ങണം, പിന്നെ പുതിയതിൻ്റെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമായിരുന്നു. അങ്ങനെ നമ്മൾ ടൈറ്റൻ I+ലോട്ട് വന്നതായിരുന്നു. മെട്രോപോളിസ് മോളിലാണ് വന്നത് കേട്ടോ. കണ്ണാടി കടയുടെ തൊട്ടടുത്താണ് നമ്മുടെ മക്ഡൊണാൾഡ്സിൻ്റെ ഐസ്ക്രീം ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ സോഫ്റ്റീസ്, മാംഗോയും വാനിലയും വാങ്ങിച്ചു. അത് ഓരോന്ന് കഴിച്ച് ഇതായിരുന്നു മോള്. ഇത് അടിപൊളി മോള് കേട്ടോ, കുറച്ച് ലൈവായിട്ട് നമുക്ക് തോന്നുന്നത്. മെട്രോപൊളിറ്റൻ ആണിത്, അതിന് ഓപ്പോസിറ്റാണ് മെട്രോപോളിസ്. ഇത് MGF മെട്രോപൊളിറ്റൻ. പോളിസ് എന്ന് പറഞ്ഞ മുകളിൽ ഞാൻ നേരത്തെ കൂടുതലും അവിടെ വരുന്നതാണ് കാണിച്ചത്, നമ്മുടെ സ്പാറും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ കൂടുതലുള്ള ആളുകളും തിരക്കും ഇവിടെ ആയിരിക്കും കൂടുതൽ, നല്ല സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് ഐറ്റംസ്. അവിടെ തന്നെ നമ്മുടെ മലബാർ ഗോൾഡും ഉണ്ട് കേട്ടോ. ആളുകൾക്ക് സ്വർണ്ണ വില കൂടിയാലും അകത്ത് ഇരിക്കുന്ന കണ്ടു. ക്രിസ്മസും ന്യൂ ഇയറും റീസെൻ്റായിട്ട് കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല അലങ്കാരത്തോടു കൂടി തന്നെ ഇവിടെ മോളിന് പരിസരം ചുറ്റും. എന്ത് ലൈവ്ലിയാണെന്നറിയാമോ ഈ ഏരിയയൊക്കെ. നമ്മുടെ ആ ഗ്രാമത്തിൻ്റെ ഏരിയയിൽ എന്ത് ഡാർക്കാണ് വൈകുന്നേരം ആകുമ്പോൾ. ഇവിടെയൊക്കെ വരുമ്പോൾ എന്ത് സന്തോഷമാകും ഇല്ലേ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ മലബാർ ഹോട്ടലിൽ വന്ന് കുറേ നാളായില്ലേ കഴിച്ചിട്ട് പൊറോട്ടയും പോത്തും, പൊറോട്ടയും ബീഫും. അതിനായിട്ട് ബീഫ് പെപ്പർ ഫ്രൈ, പിന്നെ ബിരിയാണി, ബീഫ് ബിരിയാണി, നമ്മുടെ നാടൻ സ്റ്റൈലുള്ള പപ്പടവും സാലഡും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്കാട്ടോ മെയിൻലി. കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കുന്നത്. ഒരു ഗ്രീൻ പീസ് കറി അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീൻ പീസ് കുറുമ പോലെ പൊറോട്ടയുടെ കൂടെ. രാഖയ്ക്ക് അതാ ഇഷ്ടം. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഇനി നമ്മുടെ വീട്ടിലേക്ക് ഡീസലും കൂടെ അടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് അതേ അവിടെ വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ പേട്ട മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.